ഞാൻ ലതാ രാധാമോഹൻ. യെസ് പറയുമോ? പിന്നെ ഇപ്പം ക്ലാസ് തുടങ്ങിയപ്പം ഞാൻ ആ വസ്തുവിന്റെ ഇത് പറഞ്ഞില്ലായിരുന്നു. അവര് ഇപ്പൊ വീട്ടിൽ വന്നു. ഞാൻ പിന്നെ രണ്ടുപേരെ ഞാൻ ഇന്നലെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, പ്രസിദ്ധ മാമിന്റെ അടുത്ത് പറഞ്ഞിട്ട്. എന്തെങ്കിലും ഡീല് നടന്നോ അവിടെ? നാളെ കാണാവുന്ന, നാളെ അവര് ഡീല് നടക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അവര് വന്ന് കണ്ടിട്ട് പോയായിരുന്നു. അവര് സാമിയുടെ മോനുമായിട്ട് വന്നു. ഇപ്പൊ അവര് കൊല്ലത്ത് സ്റ്റേ ചെയ്യുന്നു. വീട്ടിൽ വന്നപ്പോ ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഞാൻ 2 ദിവസം കൊണ്ട് ഇവിടെ എന്റെ അപ്പയുടെ വീട്ടിലായിരുന്നു ഇരിക്കുന്നത്. അപ്പൊ ഇനി നാളെ രാവിലെ സാമി കാണാമെന്ന് പറഞ്ഞേക്കുന്നു. ഇങ്ങോട്ട് വരും. അവര് റെഡി ആയിട്ട് തന്നെ വന്നതാ, അങ്ങനെ പറഞ്ഞു. തെറ്റ്. ആ ഗുഡ് ന്യൂസ് നാളെ വൈകിട്ട് ഇവിടെ വന്ന് ഷെയർ ചെയ്യുക. അതോടുകൂടി ആ ഒരു കാര്യത്തിൽ ശുഭ പരിസമാപ്തി. അല്ലേ? ശരി സാർ. ക്ലിയർ ആയി? വളരെ വളരെ നന്ദിയുണ്ട്. അതെ, അത് കേൾക്കട്ടെ. അത് എത്രയും പെട്ടെന്ന്. ഭയങ്കര ടൈറ്റാ, ഭയങ്കര ഇതായിരുന്നു സാർ. അത് അതിന്റെ കാര്യമായിട്ട് ഭയങ്കര വിഷമമായിരുന്നു, ഭയങ്കര. ഓക്കെ, താങ്ക് യു. പിന്നെ എന്റെ മോന് ഭയങ്കര, സാർ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. മോന് ഭയങ്കര മദ്യപാനം. അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? പൈസ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കും. സമയം കിട്ടാൻ നിങ്ങളൊന്ന് പ്രസിദ്ധ വിളിച്ചിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യും. ഞാൻ കുറച്ച് നോക്കിയിട്ട് പറഞ്ഞുതരാം എന്താ നിങ്ങൾ ചെയ്യേണ്ടത്. ദർ ഇസ് സംതിങ് നിങ്ങളിലേക്ക് എടുക്കാനുള്ള കാര്യം മാറ്റിയാൽ ശരിയാക്കാൻ പറ്റും കേട്ടോ. ശരി സാർ. നാളെ എടുത്തോ. നാളെ പറഞ്ഞു സമയം? നാളെ 3 മണിക്ക് നിങ്ങൾക്ക് സമയം തരാം. ഓക്കെ സാർ. ഞാൻ സമയം ഇപ്പൊ ഇല്ല, തിരക്കിലാണ്. പക്ഷെ നിങ്ങളുടെ ഈ സിറ്റുവേഷനിൽ ഞാൻ നാളെ തന്നെ തരാം. ഓക്കെ സാർ. താങ്ക് യു സാർ. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സാർ. രണ്ടുപേരും ഒന്നിച്ച് വരണ കാര്യം കോഴിക്കോടേക്ക്. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കോഴിക്കോട് ക്ലാസ്സിൽ കയറുന്നത്. സുരേഷ് എന്തായാലും കോഴിക്കോടേക്ക് ഒന്ന് ഒന്നിച്ചു വരിക കേട്ടോ. രണ്ടുപേരും കൂടിയിട്ട് അന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു മാജിക് അവിടെ പറഞ്ഞു കാണിച്ചുതരാം. ഏതാ? അസുഖം മാറാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാനുണ്ടാവോ? അസുഖം മാറാൻ മരുന്ന് കഴിക്കണം. മരുന്ന് കഴിച്ചിട്ടൊന്നും മാറുന്നില്ല സാറേ. മരുന്ന് കഴിച്ച് മാറുന്നില്ലേ? അത് നോക്കാം നമുക്ക്. അസുഖം ഒന്നും അറിയാതെ ഞാൻ പറഞ്ഞു, ഞാൻ ഡോക്ടർ അല്ലല്ലോ. ഞാൻ അസുഖം അറിഞ്ഞിട്ടൊക്കെ പറയാൻ പറ്റും. വെറുതെ ഇങ്ങനെ കയറി അസുഖം മാറാൻ ഇത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. കുറെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ. അത് നോക്കാം നമുക്ക് എന്താന്ന് കേട്ടോ. കമല പ്രേംദാസ് പെട്ടെന്ന് പറഞ്ഞോളൂ. നമുക്ക് നോക്കാം. വെയിറ്റ് ചെയ്തോ. കമല പ്രേംദാസ്. എനിക്കും പറയാനുണ്ട്. ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ ക്ലാസ്സിൽ, സാറിന്റെ ക്ലാസ്സിൽ ഇങ്ങനെ ഒന്ന് കയറാൻ വേണ്ടിയിട്ട്. അതിന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച കിട്ടുന്നത് എനിക്ക് മനസ്സിലായി. എനിക്ക് ഒരുപാട് സന്തോഷം. പറയൂ മാം. അതാണ്, ഞാൻ ഈ ക്ലാസ്സിൽ കയറാൻ കുറെ നാളെ കൊണ്ട് ആഗ്രഹിക്കുന്നതാണ്. യൂട്യൂബിൽ കയറും എന്നാണ് എനിക്ക് സാറിന്റെ ഡയറക്റ്റ് ഒരു ക്ലാസ്സിൽ കയറാൻ പറ്റുക, സൂമിലെങ്കിലും എപ്പോഴും ആഗ്രഹിക്കും. എന്നും അത് പറഞ്ഞിട്ടാണ് അതിൽ അങ്ങനെ വിചാരിക്കാറുണ്ട് എപ്പോഴും. പിന്നെ എന്നും നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാൽ കിട്ടും എന്നുള്ളത് എനിക്കൊരു ഉള്ളിലുണ്ടായി. ക്ലാസ്സിൽ കയറാൻ പറ്റിയതല്ലേ? അതെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇനി എല്ലാ ദിവസവും വരും കേട്ടോ, സമയം അനുസരിച്ച് കേട്ടോ. ഓക്കെ സാറേ. ചെറിയൊരു ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയിൽ പറ്റുമെന്നാണ് എനിക്ക്. ഒരു അംഗൻവാടി ടീച്ചറുമാണ്. അതിന്റെ ഇടയിൽ കൂടെ ഒരു ബിസിനസ് ഉണ്ട്. നമുക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അതല്ലേ നടക്കുള്ളൂ. തീർച്ചയായിട്ടും എനിക്ക് ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ അല്ല, നിങ്ങൾക്ക് ഇതിവിടെ സിമ്പിൾ ക്ലാസ്സിൽ കയറണം ആഗ്രഹിച്ചാൽ കയറാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ അതുപോലെ നിങ്ങൾക്ക് എല്ലാ ദിവസവും കയറാൻ പറ്റുന്ന ചോദിച്ചാൽ കയറാൻ പറ്റും. ഉറപ്പായിട്ടും. ഓക്കെ, കമല പ്രേംദാസ് പറയുമെന്ന് പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോ. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യോ, പെട്ടെന്ന് സമയങ്ങളല്ലേ, പറയൂ. സ്ഥലത്തിന്റെ കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്തായി? അപ്പൊ അത് 60 നമ്മളന്ന് എഫർമേഷൻ എഴുതിയത്, ഇന്റൻഷൻ എഴുതിയത്. പക്ഷെ 10 കൂടുതൽ പോകാൻ ചാൻസ് ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നോണ്ടിരിക്കുന്ന. വെരി ഗുഡ്, അതല്ലേ നല്ലത്. അതൊക്കെ മേലെ അപ്പോ അത് നവംബർ 30 നമ്മളന്ന് എഴുതിയത്. അപ്പൊ അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പിന്നെ കോഴിക്കോടുള്ള ഇതിന് വരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ മോനെയും കൂട്ടുന്നോണ്ട് കുഴപ്പമുണ്ടോ? കുട്ടിക്കോ, മോനും വരട്ടെ, മക്കളും വരട്ടെ, മക്കളും. മോനിൽ നിങ്ങൾ അവൻ അപ്പോഴേക്കും പോകില്ലല്ലോ ഇല്ല, അവൻ ദുബായിക്ക് 2-ാം തീയതി പോണ്. അവനോട് വരാൻ പറ. അപ്പൊ ഞാനും മോനും കൂടി വരാൻ.
ഞാനും മോനും കൂടി വരാന്ന് പറയുന്നു. സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ, സംതൃപ്തിയോടെ എല്ലാവർക്കും ഇന്നത്തെ ദിവസ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഏറെ സന്തോഷം നൽകുന്ന എക്സൈറ്റഡ് ആയ ഒരു ന്യൂസ് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം, അല്ലേ? ഇന്നലെ ഞായറാഴ്ച 17/11/2024 ഞായറാഴ്ച ദുബായിൽ നമ്മൾ ലൈവ് പ്രോഗ്രാം ആയിരുന്നു. ഈ സമയത്ത് അതൊന്ന് കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നിരുന്നു. രാവിലെ 9:30 മണിക്ക് തുടങ്ങിയ സെഷൻ 3 പ്രാവശ്യം അവിടുത്തെ ആള് വന്നിട്ട് പറഞ്ഞു, ചായ ഇനിയും കുടിച്ചില്ലെങ്കിൽ തരില്ല, ക്യാൻസൽ ആക്കും 12:30 മണിക്ക്. അങ്ങനെ 3 റിമൈൻഡർ അടിച്ചപ്പോൾ എല്ലാവരും എന്നാ പിന്നെ ചായ കുടിച്ച് കളയാന്നിട്ട് ഒന്നിട്ടേന്ന് പറഞ്ഞ് ചായ കുടിച്ചു. അത്രയും പെട്ടെന്ന് തിരിച്ചു വന്നു. പിന്നെ ഭക്ഷണം കഴിക്കാൻ ആർക്കും ഓർമ്മയില്ല. 3 മണിക്ക് അവസാനം പറഞ്ഞു, ഇനി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് തരില്ല എന്ന് പറഞ്ഞു. 3 മണിക്ക് എല്ലാവരും പോയി കഴിച്ചിട്ട് 3:30 അടിയാകുമ്പോൾ എല്ലാവരും തിരിച്ചു വന്ന് ജോയിൻ ചെയ്തു. 5:30-6 മണി വരെ ഉള്ള ക്ലാസ്സിൽ ഒരാള് പോലും അങ്ങോട്ടും ഇങ്ങോട്ടോ മാറുകയോ ഒരു കോട്ടുവായി ഇടാൻ പോലും തോന്നാത്ത രീതിയിൽ അത്രയും ദൈവത്തിന്റെ ഫുൾ എന്താ പറയുക, അത്രയുമുള്ള എനർജിയോടുകൂടി സന്തോഷകരമായി ഹാപ്പി ആയിട്ട് ആ ക്ലാസ് മുഴുവൻ നടന്നു എന്നുള്ളതിന് പ്രപഞ്ച സത്യങ്ങൾക്ക് എല്ലാത്തിനും നന്ദി നന്ദി നന്ദി. ആ മുഴുനീളം ഞാൻ മൈക്ക് പോലും ഉപയോഗിക്കാതെയാണ് സംസാരിച്ചത്. അത്രയും ഭംഗിയായിട്ട് എങ്ങനെ ഒരു ക്ലാസ് എവിടെ നിന്ന് എങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ അത്രയും നല്ല ഓഡിയൻസും നല്ല ഇന്ററാക്ഷനും നല്ല സെറ്റിങ്സും. കഴിഞ്ഞ പ്രാവശ്യം കുറെ ആൾക്കാർ കൊച്ചിയിൽ ഇതുപോലെ സംഭവിച്ചിരുന്നു. അതും അതേപോലെ തന്നെയാണ് കൊച്ചി സംഭവിച്ചോ, അതുപോലെ തന്നെയാണ്. ഒരാൾക്ക് പോലും വിരസതയില്ലാതെ അത്രയും നന്നായിട്ട് ക്ലാസ് പോയി എന്നതിന് ഞാൻ വീണ്ടും 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 പങ്കെടുത്തവരോടും എല്ലാവരോടും നന്ദി, ദൈവത്തിനോട് അല്ലെങ്കിൽ അതിനപ്പുറത്തെ എല്ലാത്തിനും നമ്മൾ പറയേണ്ടത് നന്ദി 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 എന്ന് മാത്രം. അത് പക്ഷെ എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ എന്നെ വീണ്ടും വീണ്ടും എന്താ പറയാ അടുത്ത തലത്തിലേക്ക് ഞാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോരാ, ഇത് നിന്റെ ഇൻഫർമേഷൻസ് പോരാ, ഇനിയും കൂട്ടണം, ഇനിയും കൂട്ടണം. ഇന്നലെ വരുമ്പോൾ മുഴുനീളം ഞാൻ ചിന്തിച്ചതാണ്. കാരണം എനിക്ക് വേണ്ടത് എൻ്റെ കൂടെ ഇരിക്കുന്നവർക്ക് മാറ്റങ്ങൾ ഉണ്ടാവണം, അവർ കാണിച്ചു തരണം, അത് കാണിക്കണം പൊതുസമൂഹത്തിന്. ഇത് ഞാൻ സാറിൻ്റെ അടുത്ത് പോയി എന്നിട്ടാണ് ഇത്രയും മാറ്റം ഉണ്ടായെന്ന്. ദാറ്റ് ഐ നീഡ് ടു ഷോ ടു സൊസൈറ്റി. എനിക്ക് പബ്ലിക്കിൽ കാണിക്കാൻ പറ്റണം. ഇവിടെ വന്നതിന് ശേഷം ഇത്രയും മാറ്റങ്ങൾ ഇവർക്ക് ഉണ്ടായി എന്ന് കാണിക്കുമ്പോൾ മാത്രമേ ഞാൻ യഥാർത്ഥ ഒരു മെന്റർ അല്ലെങ്കിൽ ഒരു കോച്ച് ആവുകയുള്ളൂ. സംസാരിക്കാൻ ആർക്കും പറ്റും, ദാറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ബട്ട് ടു ചേഞ്ച് സംവൺ ഫ്രം കറന്റ് സിറ്റുവേഷൻ ടു ദ വെയർ യു വോണ്ട് ടു ബി, ഒരാളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ സാധിക്കുക എന്നത് പറയുന്നതാണ് ഏറ്റവും വലിയ കഴിവായി ഞാൻ കാണുന്നത്. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരും റിക്വസ്റ്റ്, ക്ലാസ്സിൽ ഇത്രയും പ്രീ ക്ലാസ്സിലും മറ്റേ പെയ്ഡ് ക്ലാസ്സിലും എല്ലാവരോടും വരുന്ന ഒരു റിക്വസ്റ്റ്, ഹംബിൾ റിക്വസ്റ്റ് ആണ് എൻ്റെ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്യുക, മാറ്റങ്ങൾ ഉണ്ടാക്കുക, അത് കാണാൻ ആൾക്കാർക്ക് പറ്റട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. അത് സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്ത് കാണിച്ചു തന്നാൽ അതാണ് നിങ്ങൾ എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ എന്ന് മാത്രമാണ് എനിക്ക് അറിയിക്കാനുള്ളത്. അതുകൊണ്ട് ഗുരുദക്ഷിണ നിങ്ങൾ സമർപ്പിക്കേണ്ടത് മറ്റൊരു തരത്തിലുമല്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സ്വീകാര്യമാവുന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്രവർത്തിച്ച് കാണിക്കുക തന്നെ വേണം എന്നുള്ള ഹംബിൾ റിക്വസ്റ്റ് ആണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ക്ലാസ്സിൽ ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളാണ് ഇത് പ്രവർത്തിച്ച് കാണിക്കേണ്ടത് എന്ന്. ഞാൻ പ്രവർത്തിച്ച് കാണിച്ചത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് ബാക്കി നിങ്ങളും കൂടി എടുത്ത് എല്ലാവരും ചെയ്യുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ അതുകൊണ്ട് ഒരേ കാര്യം കൂടി പറഞ്ഞു പോകുന്നു. കോഴിക്കോട് പ്രോഗ്രാം ഡിസംബർ 8-ാം തീയതിയാണ്. ഇന്നലെ ഞാൻ ഒരു കാര്യം കൂടി തീരുമാനിച്ചു. കോഴിക്കോട് പ്രോഗ്രാമിൽ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് മാജിക്കുകൾ മാത്രമാണ്. മുഴുവൻ നീളം മാജിക്കുകളാണ്, യാതൊരു തർക്കവുമില്ല. എനിബഡി വോണ്ട് ടു ലേൺ ദ മാജിക് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ മാന്ത്രികത അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ
നിങ്ങൾക്ക് കോഴിക്കോട് വരിക, നേരിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്ന് വെച്ചാൽ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കുന്ന മാജിക് ഒന്നും ആരും വിചാരിക്കരുത് കേട്ടോ, അങ്ങനൊന്നുമല്ല കേട്ടോ. അതുകൊണ്ട് സാറിന് മാജിക് ശൂന്യതയിൽ നിന്ന് കാണിച്ചു അങ്ങനെയൊന്നുമല്ല, അത്രയൊന്നും പോണ്ട. ഞാൻ സാധാരണ മനുഷ്യനാണ്. അപ്പൊ ആ മനുഷ്യരിൽ പെട്ട മാജിക് നിങ്ങൾക്ക് കാണിച്ചു തരും, പറഞ്ഞു തരും, പഠിപ്പിച്ചു തരും. ഇന്നലെ ഞങ്ങൾ ഗുബൈ ചെയ്ത പോലെ ആദ്യം ഇന്റൻഷൻ എഴുതാൻ പറഞ്ഞ് ക്ലിയർ ആയിട്ടില്ല. അവസാനം തുടങ്ങിയതിൽ നിന്ന് തന്നെ അവസാനിക്കുമ്പോൾ മാറ്റം അവിടെ സൈക്കോളജിക്കലി ടെസ്റ്റ് നടത്തിയിട്ട് മാറ്റമുണ്ടെന്ന് തെളിയിച്ചതിന് ശേഷമാണ് അവർ പുറത്തു പോയത്. ഇതേപോലെ വന്നിരിക്കുന്ന നിങ്ങളെ ഞാൻ ആദ്യം ടെസ്റ്റ് ചെയ്യും, സൈക്കോളജി ടെസ്റ്റ് നടത്തും. പോകുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് എന്താണോ ആവേണ്ടത് അത് പൂർണ്ണമായി നിങ്ങൾ സൈക്കോളജിക്കലായിട്ട് നിങ്ങൾ മാറി എന്ന് പൂർണ്ണ വിശ്വസം ഉണ്ടാക്കിയിട്ട് മാത്രമേ പുറത്തോട്ട് വിടുള്ളൂ. അത്രയും ഡീപ്പായിട്ട് ചെയ്യുക തന്നെ. സാർ ഓക്കെ സിജി, ഐ വിൽ കം ബാക്ക് ടു സിജി. അപ്പോ ഇത് കൃത്യമായി ഞാൻ കാണിക്കാൻ പോകുന്ന വേദിയാണ് കാലിക്കറ്റ്. കൊച്ചിയിൽ ഞാനത് കാണിച്ചില്ല. കൊച്ചിയിൽ ഞാൻ വേറെ രീതിയിലാണ് മാനിഫെസ്റ്റേഷൻ ആണ് നിങ്ങളെ പഠിപ്പിച്ചത്. അവിടെ മുഴുനീളം അല്ലെ കൊച്ചി പ്രോഗ്രാം പങ്കെടുത്തവർക്ക് അറിയാം, മാനിഫെസ്റ്റേഷൻ മുഴുവൻ തീരങ്ങളും അവിടെ പഠിച്ചത്. പക്ഷെ ഇവിടെ മാനിഫെസ്റ്റേഷൻ അപ്പുറത്ത് മാജിക് തന്നെയാണ് പഠിപ്പിക്കുന്നത്, യാതൊരു തർക്കമില്ല. സോ താല്പര്യമുള്ളവർ ജസ്റ്റ് ഇപ്പൊ തന്നെ ഗ്രൂപ്പായിട്ടും സിംഗിളായിട്ടും എങ്ങനെയും എത്തുന്ന കാര്യം ആലോചിക്കുക. അത്രയും ഡിഫറൻസ് ആയിട്ട് ഒരു വേദി അവിടെ ഉണ്ടാകും എന്ന് ഓർമ്മിപ്പിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ നമുക്ക് സംസാരിക്കാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുള്ളതാണെന്ന് എനിക്കറിയാം. നാളെ പറയാൻ പോകുന്ന വിഷയം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇനി കുറച്ച് ദിവസങ്ങൾ ഇത് തന്നെയാണ് പറയാൻ പോകുന്നത്. വിചിത്രമായ രഹസ്യങ്ങൾ, പണം നിങ്ങളിലേക്ക് എത്താനായിട്ട് പണത്തെ കൂട്ടുകൂടാനുള്ള വിചിത്രമായ രഹസ്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ മാത്രം. ഇന്നത്തെ അറിയുന്നവർ വളരെ കുറവാന്ന് നമുക്കറിയാം. കാരണം നമുക്കിന്ന് ക്ലാസ്സിൽ പങ്കെടുത്തവരുടെ എണ്ണം കണ്ടോ കുറച്ച് കുറവാണ്. കാരണം മറ്റേ മെഡിറ്റേഷൻ ഉള്ളത് കൊണ്ടാട്ടോ ആൾക്കാർ വരാത്തത്. താല്പര്യമുള്ളവർ മാത്രം ഐ ആം റെഡി, ഐ ആം ഹാപ്പി വിത്ത് റെഡി എന്ന, അല്ലെങ്കിൽ റെഡി വിത്ത് ഹാപ്പിനെസ് എന്ന് മാത്രം ടൈപ്പ് ചെയ്യുക. ഉള്ളവർ മാത്രം, സമയം കളയേണ്ട, ക്വിക്കായിക്കോട്ടെ. ഞാനിന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുതരാം. എന്താണ് പണം, എന്തുകൊണ്ടാണ് പണം നിങ്ങളിൽ നിന്നും രഹസ്യമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റാത്തത് മാത്രം പറഞ്ഞു പോകും. പക്ഷെ ഇതിന്റെ ഫുള്ളായിട്ട് ഇനി എടുക്കുന്ന 5 ദിവസങ്ങൾ എടുക്കുന്ന പോർഷന്റെ ഫുൾ വേർഷൻ നിങ്ങൾക്ക് കോഴിക്കോട് കംപ്ലീറ്റ് ആയിട്ട് 6 മണിക്കൂർ കൊണ്ട് ലഭിക്കും. 6 മണിക്കൂറിൽ മാജിക് നേടാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ക്ലാസ് ആണ് കോഴിക്കോട്. അതുകൊണ്ട് നിങ്ങൾ എത്ര എണ്ണം വരും എന്ന് തീരുമാനിച്ചിട്ട് വേണം ഹോട്ടൽ ബുക്ക് ചെയ്യാൻ. കാരണം ഇപ്പോൾ 150 പേരാണ് പേര് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ 150 പേർക്ക് ഒതുങ്ങുന്ന ഹോട്ടൽ ബുക്ക് ചെയ്താൽ അവസാന നിമിഷം നിങ്ങൾ 250 ആൾ ബുക്ക് ചെയ്താൽ ഞങ്ങൾ നോ എന്ന് പറയും. പറഞ്ഞേ പറ്റുള്ളൂ. കാരണം കോഴിക്കോട് അത്ര എളുപ്പമല്ല ഒരു വലിയ ഹോട്ടൽ കിട്ടാനായിട്ട്. 150 പേർക്കാണ് ഇപ്പോൾ പറഞ്ഞെങ്കിൽ അവസാന നിമിഷം പേ ചെയ്യാം, അവസാന നിമിഷം ആക്കാച്ചാൽ എടുക്കില്ല. 25-ാം തീയതി കട്ട് ഓഫ് ആയിരിക്കും കാലിക്കറ്റിന്റെ. അതിനനുസരിച്ച് ഹോട്ടൽ ബുക്ക് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ആരും വരാൻ താല്പര്യം അവസാന നിമിഷം തീരുമാനിച്ച് കളയാൻ കഴിഞ്ഞ പ്രാവശ്യം വെച്ചാൽ നടക്കില്ല. കാരണം സ്പേസ് ഉണ്ടാവില്ല. അത്ര കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, നമുക്ക് അത്രയും വലിയ രീതിയിലായി ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആൾക്കാർ കൺഫർമേഷൻ കിട്ടാതെ ഇത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആരായാലും പറഞ്ഞോളാം. ഓക്കെ, അപ്പോ പണം അല്ലെ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് പണം നമുക്ക് ഇമ്പോർട്ടൻ്റ്? എല്ലാവർക്കും പണം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയും. എന്തുകൊണ്ടാണ് പണം ഇമ്പോർട്ടൻ്റ്? എനിബഡി ക്യാൻ സേ ദ ആൻസർ ടു മീ. വൈ മണി ഈസ് ഇമ്പോർട്ടൻ്റ് ഫോർ us? മണി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലേ? മണി എന്തുകൊണ്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്? ഇത് സിമ്പിൾ ആണ്. ഇഫ് there is no money, there is no energy. ഒരു ഉഷാറും ഉണ്ടാവില്ല. പൈസ നമ്മളിൽ ഉണ്ടാവും, ഒരു ഉണർവും ഉണ്ടാവില്ല നമുക്ക്. ജീവിക്കാൻ പണം വേണമെന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് പണം എവിടെയില്ലേ അവിടെ എനർജി ഇല്ല. അവർ എപ്പോഴും തങ്ങനെ എന്താ പറയാ ടയേർഡായിരിക്കും. അവർക്ക് ഒരു ഊർജ്ജസ്വലത ഉണ്ടാവില്ല, ഉന്മേഷം ഉണ്ടാവില്ല, ജീവിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല, ജീവിക്കാൻ കൊതി ഉണ്ടാവില്ല. മണി ഈസ് എ പവറാണ്, മണി ഈസ് എൻ എനർജിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ 5 pillars ഓഫ് ലൈഫിനെ പറ്റി പഠിക്കുമ്പോൾ ഫസ്റ്റ് പറയുന്നത് വെൽത്ത്, ഹെൽത്ത്, റിലേഷൻഷിപ്പ്, ഇതെല്ലാം ഫസ്റ്റ് മണിയുമായി കണക്റ്റഡ് തന്നെയാണ്. മണി ഇല്ലാത്തവൻ ഇതല്ലേ എന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവൻ മണി എന്ന് പറയുന്നത്, ഞാൻ നോട്ട് ടോക്കിംഗ് അബൌട്ട് ഓൺലി ദ കറൻസി,
ഐ എം ടോക്കിംഗ് അബൌട്ട് ഓൾ ദ വെൽത്ത്. അത് വെൽത്ത് നമുക്കില്ലെങ്കിൽ എല്ലാത്തിനും, എല്ലാ ആവശ്യത്തിനും, എവ്രിവെയർ ഇറ്റ് ഇസ് റിക്വയർഡ്. അതിന്റെ അർത്ഥം എന്താണ്? എഴുതിക്കോളൂ. ഒന്നാമത്തെ പോയിന്റ് എഴുതിക്കോളൂ. എങ്ങനെയാണ് വിചിത്രമായി മാറുന്നത്, വിചിത്രമായ രഹസ്യം എന്താണെന്ന് ഒന്നാമത്തെ പോയിന്റ് എഴുതിക്കോളൂ. മണി ഈസ് എൻ എനർജി. അതാണ് ഒന്നാമത്തെ രഹസ്യം. ഈ രഹസ്യം മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മണി ഇല്ല എന്ന് വെച്ചാൽ അതിന്റെ ഡയറക്റ്റ് മീനിങ് ദർ ഇസ് നോ എനർജി എന്നാണ്. എനർജി ഇല്ലെങ്കിൽ എന്തായിരിക്കും? 24th ഞാൻ പറഞ്ഞില്ലല്ലോ, ഡിസംബർ 8-നാണ്. ഡിസംബർ 8 ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ കാലിക്കറ്റ് പറഞ്ഞു. മണി ഇല്ലെങ്കിൽ എനർജി ഇല്ല. അവിടെ എനർജി ഇല്ലെങ്കിൽ പിന്നെ ലൈഫ് ഇല്ലല്ലോ. ഏറ്റവും വിചിത്രമായ രഹസ്യം അതാണ്. മണി ഈസ് എനർജി. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും പ്രവൃത്തികളും അല്ലെ, എങ്ങനെയാ എനർജി ഉണ്ടാവുന്നത്? എങ്ങനെയാ? ഹൗ ഡു അവർ എനർജി വിൽ ക്രിയേറ്റ്? നമ്മൾ പറയും ഭക്ഷണം കഴിക്കുമ്പോഴാണ് എനർജി ഉണ്ടാവുന്നത് അല്ലേ, കഴിക്കുമ്പോഴാണ് എനർജി ഉണ്ടാവുന്നല്ലേ നമ്മളെല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ. ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് എനർജി ഉണ്ടാവും. എന്തെങ്കിലും കഴിച്ചാൽ മതിയല്ലോ എന്നാ എനർജി ഉണ്ടാവണമെങ്കിൽ. ഭക്ഷണം കഴിക്കുമ്പോഴാണ് എനർജി ഉണ്ടാവുന്നത്, എന്തെങ്കിലും കഴിച്ചാൽ മതിയല്ലോ അല്ലേ. അങ്ങനെ പറ്റില്ല. ഇഷ്ടപ്പെട്ടത് കഴിച്ചാൽ മാത്രമേ നമുക്ക് എനർജി ഉണ്ടാവുള്ളൂ. നമുക്ക് ഇഷ്ടമുണ്ട്, ഇഷ്ടപ്പെട്ടത് കഴിക്കണം എങ്കിൽ മാത്രമേ എനർജി ഉണ്ടാവൂ. അപ്പൊ എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിന് ഫസ്റ്റ് തിങ്സ് ഇസ് ബി തോട്ട്സ് ആണ് അല്ലെ. നമ്മൾ ഈ കഴിക്കുന്നത് എനിക്ക് എനർജി ഉണ്ടാവുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അത് എനർജി ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ആ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ എല്ലാവർക്കും എനർജി ഉണ്ടാവുമോ? കുറച്ച് നേരം ഡൈജഷൻ പ്രക്രിയ ഒക്കെ കഴിഞ്ഞു പോകണം അല്ലെ. അതേപോലെ എനർജി ക്രിയേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് തിങ്സ് ഇൻ അവർ തോട്ട്സ് ആണ് അല്ലേ. വിചിത്രമായ രഹസ്യങ്ങൾ രണ്ടാമത്തത്, മണി ഉണ്ടാവുന്ന ഇറ്റ്സ് ക്രിയേറ്റഡ് ബൈ അവർ തോട്ട്സ്. പണം നമ്മുടെ ചിന്തകളുടെ ഉൽപ്പന്നമാണ്. പണം നമ്മുടെ ചിന്തകളുടെ ഉൽപ്പന്നമാണ്. ചിന്തകൾ മാത്രമല്ല, ചിന്തകളുടെയും വികാരങ്ങളുടെയും പ്രവൃത്തികളുടെയും ഉൽപ്പന്നമാണ്. അങ്ങനെ എഴുതിക്കോ, മണി നമ്മുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും പ്രവൃത്തികളുടെയും റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പണം കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് കൂട്ടണം? സ്വാഭാവികമായും നമ്മുടെ എനർജി കൂട്ടണം. അപ്പോഴാണ് എനർജി കൂടുതൽ പണം ഉണ്ടാവുക. അപ്പോൾ മൂന്നാമത് എടുക്കാം, എനർജി പ്ലസ് തോട്ട്സ്, ഇമോഷൻസ് ആൻഡ് ആക്ഷൻ are the result of money. അതായത് നമ്മളുടെ എനർജിയും ചിന്തകളും വികാരങ്ങളും പ്രവൃത്തികളുമാണ് നമുക്ക് പണം ഉണ്ടാക്കി തരുന്നത്. സിമ്പിളാണ് കോൺസെപ്റ്റ്, വളരെ സിമ്പിളാണ്. ഈ പണത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് പലപ്പോഴും കേൾക്കുന്ന കാര്യമാണ്, നമുക്ക് കുറേ സൊസൈറ്റിയിൽ നിന്ന് കുറേ ബ്ലോക്സുകൾ ഉണ്ടാക്കി തന്നിട്ട് പണവുമായി ബന്ധപ്പെട്ട്. ഇത് നമ്മുടെ വികാരത്തെ വളരെയധികം സ്വാധീനിക്കുന്ന കാര്യമാണ്. ചിന്തകളെ അധികം സ്വാധീനിക്കുന്ന കാര്യമാണ് അല്ലേ. ഒരു ക്വസ്റ്റ്യൻ വീണ്ടും ഞാൻ ചോദിക്കാൻ മുമ്പ് ചോദിച്ചതാണ്. നമ്മൾ എല്ലാവരും വീട്ടിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും, ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. നിങ്ങൾ പറയാറില്ല, നിങ്ങൾ കുട്ടികളോടും പറയാറുണ്ട് ഇപ്പൊ അല്ലേ. ആരെങ്കിലും പിള്ളേരെങ്ങനെ, അമ്മ അച്ഛാ എനിക്ക് ഒന്ന് സിനിമയ്ക്ക് പോകാൻ കാശ് തരുമോ, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പൊ പിന്നെ സിനിമയല്ല, മറ്റേ അൽഫഹം അല്ലേ, അൽഫഹം അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അൽഫഹം കഴിക്കാൻ പൈസ തരുമോ എന്ന് ചോദിച്ചാൽ അതല്ലേ ട്രെൻഡ്. അല്ലെങ്കിൽ ഇപ്പൊ കുറച്ചു കാലം മുമ്പ് മറ്റേ ഷവർമയായിരുന്നു, ഷവർമ നിർത്തി ഇപ്പൊ എല്ലാം അൽഫഹമായി. അറബിക്ക് വാക്കാണ്, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അൽഫഹം കഴിക്കാൻ പൈസ തരുമെന്ന് ചോദിച്ചാൽ അടുത്ത മറുപടി, ഇവിടെ പഴം കഴിക്കുന്ന മരമൊന്നുമില്ല, ഇവിടെ കുലിക്കാനും കിട്ടില്ല. അങ്ങനെ പറഞ്ഞവരിപ്പോഴും ഉണ്ട്. എനിബഡി ഹാസ് ദാറ്റ് സെയിം തിങ്? എൻ്റെ ക്ലാസ്സിലിരിക്കുന്നവർ പൊതുവെ പറയുന്നുണ്ടാവില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു യെസ് ഐ സേ. നിങ്ങൾ പറഞ്ഞ, നിങ്ങൾ ആരും നിങ്ങളുടെ മക്കളോട് പറയാറുണ്ടോ? അല്ലെങ്കിൽ വേറൊരു കാര്യം അങ്ങനെ പറയില്ല, അടുത്ത പറയും പ്രിന്റ്, ഇവിടെ പ്രിന്റ് അടിക്കുന്ന മെഷീനൊന്നുമില്ല, പൈസ പ്രിന്റ് അടിക്കുന്ന മെഷീനൊന്നുമില്ല എന്ന് പറയില്ലേ? പറഞ്ഞിട്ടുണ്ടാവും അല്ലേ ആൾക്കാരെ?
അപ്പോൾ ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ, എത്ര പേർക്ക് ഉത്തരം പറയാൻ പറ്റും? യഥാർത്ഥത്തിൽ പണം കായ്ക്കുന്ന മരം ഉണ്ടോ? ഇന്നലെ ഞാൻ ദുബൈയിൽ ഇതേപോലെ പ്രോഗ്രാം ചോദിച്ചപ്പോൾ എല്ലാവരും പറയും ഹേയ് അങ്ങനെയല്ല. പക്ഷെ ഒരു കുട്ടി സ്മാർട്ടായിട്ട് ഒരു കുഞ്ഞു മോനോട് ഉത്തരം പറഞ്ഞു, ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ ഫാമിലിയിൽ ഞാൻ പറയുന്ന സ്റ്റോറികളൊക്കെ ചിലപ്പോൾ നമ്മൾ ഇവിടെ പറയുന്ന സ്റ്റോറികളൊക്കെ ഫാമിലി ഷെയർ ചെയ്യുമ്പോൾ എത്രത്തോളം കുട്ടികളത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നെന്ന് മനസ്സിലായതാണ്. ആശയുടെ മോനാണ് കൃത്യം ഉത്തരം പറഞ്ഞു. മറ്റെല്ലാവരും ആശയുടെ മോൻ എടുത്തു പറഞ്ഞു, ഉണ്ടെങ്കിലേ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാം പണം കായ്ക്കുന്ന മരം ഉണ്ടോ? എത്ര പെട്ടെന്ന് പറയും, ഉണ്ടോ ഉണ്ടോ ഉണ്ടോ, പെട്ടെന്ന് സമയം കളഞ്ഞ് നമുക്ക് പെട്ടെന്ന് തീർക്കണം. 8 മണി അല്ലേ, പെട്ടെന്ന് 8 മണിക്ക് ഉണ്ടോ? ഉണ്ട് ഏടല്ലേ? ഇല്ല. എങ്ങനെ ഉണ്ടാവും? ഏതെങ്കിലും മരത്തിൽ പണം കായ്ക്കുമോ? എന്താ ഈ പറയുന്നത്? എങ്ങനെയാണ്? ഒന്നുമില്ല. റിസർവ് ബാങ്ക് അത് പണം കായ്ക്കുന്ന മരമാണ്. പണം കായ്ക്കുന്ന മരമുണ്ട്. ഇത് പഠിപ്പിച്ചു വെച്ചതാണ് ഈ സൊസൈറ്റി. ഇങ്ങനെ മുഴുവൻ പഠിപ്പിച്ചു വെച്ചതാണ്. ഏത് മരത്തിലാണ് പണം കായ്ക്കാത്തതെന്ന് പറഞ്ഞു? ഏത് മരത്തിലാണ് പണം കായ്ക്കാത്തത്? വാഴയില വെട്ടി വിറ്റാൽ കാശ് കിട്ടും. ഒരു മരത്തിലേക്ക് കുരുമുളക് പടത്തി വിറ്റ് കഴിഞ്ഞാൽ കുരുമുളക് പറിച്ചു വിറ്റാൽ കാശ് കിട്ടും. ഓരോ തെങ്ങിൽ നിന്നും താഴോട്ട് വീഴുന്ന ഇളനീരോ തേങ്ങയോ പൈസയാണ് അല്ലേ? ഏത് മരമാണ് കാശിൽ തരാത്തത്? തേക്കും തടി വളർന്ന് 10-20 വർഷമായി വെട്ടി വിറ്റാൽ കാശ് കിട്ടും. എത്ര നെഗറ്റിവിറ്റിയാണ് നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചത്. ആ ഉണ്ടാക്കിയ ആളുടെ ചിന്തയും നമ്മൾ ഉപയോഗിക്കുന്ന തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. ബാങ്കൊന്നുമല്ല ഞാൻ പറഞ്ഞ, വെറും മരത്തിന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. സാധാരണ എല്ലാ മരങ്ങളും പണം കായ്ക്കുന്നത് തന്നെയാണ്. ഇത്തരം മിസ്കോൺസെപ്റ്റുകളാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം. നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുന്നില്ല ഈ പറഞ്ഞതൊക്കെ. നമുക്ക് ആവശ്യാനുസരണം വളച്ചൊടിക്കണം. ഇത് വിചിത്രമായ കാര്യം തന്നെയല്ലേ, വിചിത്രമായ രഹസ്യം തന്നെ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങൾ ഏത് മരം കണ്ടാൽ പറയില്ല ഈ മരത്തിലും പൈസ ഉണ്ടാവുന്നില്ലേ? ഞങ്ങളുടെ നാട്ടിൽ പറയും ഏറ്റവും എന്താണ് ഈ ഏറ്റവും വില കുറഞ്ഞ മരമാണ്, അതിന്റെ പേര് നിങ്ങളവിടെ എന്താ പറയുന്നത്, കുറുക്കൂട്ടി എന്നിട്ട് സാധനമുണ്ട്. അതിന്റെ വലിയ വട്ടയില അല്ലേ? ആർക്കും ആവശ്യമില്ലാത്തൊരു സാധനമാണ് അല്ലേ വട്ടയില. ആ ഇല വട്ടയില ഒന്ന് പറിച്ചിട്ട് കൊണ്ടുപോയി വിറ്റ് നോക്കിയാൽ കാശ് കിട്ടില്ല. അങ്ങനെ ഓരോന്നും എടുത്തരുത്. നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഇവിടെ ഏറ്റവും. ഇതൊക്കെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു വരുന്ന ചിന്തകളിൽ നിന്നും അതിന്റെ യഥാർത്ഥ മൂല്യത്തിലേക്കല്ല നമ്മൾ പോയത്. ഇത് വളരെയധികം നമ്മളെ വിറകിലോട്ട് അടുപ്പിച്ചു. ഇന്ന് എപ്പോഴും പറയേണ്ട കാര്യമല്ലേ, കേരളം ഇന്നത്തെ പുതിയ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അല്ലേ, NCERT റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കേരളം ഇന്ന് ഏതിലാണ് മുന്നിൽ നിൽക്കുന്നതെന്നല്ലേ? ഭക്ഷണ സംസ്കാരത്തിൽ, ആരോഗ്യത്തിൽ കേരളത്തിന്റെ അവസ്ഥ ഏറ്റവും പിന്നിലാണ്. മറ്റേത് സംസ്ഥാനത്തെക്കാളും ഏറ്റവും കൂടുതൽ രോഗം റിപ്പീറ്റഡായി അതേ രോഗം വരുന്ന സംസ്ഥാനം കേരളമാണ്. എന്തായിരിക്കും പ്രധാന കാരണം? ഇന്ന് എത്ര വീട്ടിൽ കഞ്ഞിയും കറിയും വെക്കുന്നതിന് പകരം അൽഫാഹത്തിലേക്കും മന്തിയിലേക്കും കുഴിമന്തിയിലേക്കും കൂപ്പ് കുത്തിയിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ പണം കായ്ക്കുന്ന മരവും അതും നമ്മൾ കണക്ട് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഏറ്റവും വലിയ ട്രെൻഡ് എന്താണെന്നൊക്കെ, മന്തി പോയി മക്ബി അല്ലെ, അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് കൂടുതൽ അറിയില്ല. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, തക്കാളിപ്പനി വന്നു കഴിഞ്ഞാൽ അതിനുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ എഫക്റ്റ് ആവുന്നില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. കാരണം നമ്മുടെ ബോഡിക്കകത്ത് ആ ബാക്ടീരിയാസിനെ കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കൊടുക്കുന്ന മെഡിസിൻസിന് എഫക്റ്റ് ആവാൻ പറ്റുന്നില്ല. അതിനു മുമ്പേ ലെയർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. വലിയ സയൻസ്. അത് മെഡിക്കൽ മേഖലയിൽ പോയാൽ ഒരുപാട് പറയേണ്ടി വരും. ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ദാറ്റ് ഈസ് ടോട്ടലി റോങ് കോൺസെപ്റ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ആർക്കും പൈസ ഇല്ലായിട്ടാണ്. രണ്ടാമത് ഏറ്റവും ആൾക്കാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയോ കേരളത്തിൽ? ദ വെരി ഡേഞ്ചറസ് സിറ്റുവേഷൻ എവറിബഡി ഈസ് ഫേസിങ്. ഇവിടെ ഉള്ളവരെല്ലാവരും, നിങ്ങൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒറ്റ പ്രോബ്ലം, എല്ലാവരെയും പറയാം ഞാൻ, ഓൾമോസ്റ്റ് ആൾക്കാരും. ഏതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന വിഷയം? ആർക്കും ഉത്തരവുണ്ടോ? ആരോഗ്യത്തെ ആരും വലിയ രീതിയിൽ പറയില്ല. യെസ്, ദാറ്റ്സ് ഇറ്റ്. സനീഷ് സെഡ് ദാറ്റ്സ് കടമാണ് ഏറ്റവും വലിയ ഡേഞ്ചറായി കിടക്കുന്ന സാധനം. ലോൺ, കടമല്ല ലോൺ. എവിടെ നിന്നൊക്കെ ലോൺ എന്നറിയോ? ഗൂഗിൾ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ലോൺ കിട്ടും.
വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താൽ ലോൺ കിട്ടും. ഇൻസ്റ്റന്റ് ലോണാണ്. എന്നിട്ട് എങ്ങോട്ടായി പോകുന്നത്? ഇപ്പോഴും റേഷൻ അരി വാങ്ങിക്കുന്നവർക്ക് 2 രൂപയ്ക്ക് 20 കിലോ റേഷൻ അരി കൊടുക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ. എല്ലാ സാധനങ്ങളും ലഭിക്കേണ്ട ഇതിൽ നിന്നാലുണ്ട്. ഒരു കുടുംബത്തിന് സ്വന്തമായി ജീവിച്ചു പോകാൻ, ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചു പോകാൻ ഒരു വിഷയമില്ലാത്തവർ 4,000 രൂപ 10,000 രൂപ ഉണ്ടായാലും ജീവിച്ചു പോകുന്നിടത്ത് നമ്മൾ കോടിക്കണക്കിന് രൂപ കടമാണ് ഒരാൾക്ക്. എങ്ങനെ? എവിടെയാണ് സംഭവിക്കുന്നത്? ശ്രദ്ധിക്കുക. വിചിത്രം പഠിക്കാൻ നോക്കുമ്പോൾ ആ വിചിത്രം കൂടി ആലോചിച്ചിട്ടുണ്ട്. ഹൗ ഇറ്റ് ഈസ് ഹാപ്പൻഡ്. എങ്ങനെ ഞാൻ കടക്കാരനായി? ഓരോ ആളും ആലോചിച്ച് നോക്കുക. മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ടാണോ രോഗത്തിൽ പോയിട്ട് ഇത്രയും പൈസ ചെലവാക്കിയിട്ടില്ലേ? മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കാത്തതോ ചെയ്യാത്തതോ ആയിരിക്കില്ലേ കാരണം? അതിലേക്കൊന്നും പോകുന്നില്ല ഞാൻ. പക്ഷെ വിചിത്രമായ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ വിചിത്രമായ അപ്രിയമായ സത്യങ്ങളും ചിലപ്പോൾ പറയേണ്ടി വരും, അറിയേണ്ടി വരും. അത് ശ്രദ്ധിക്കേണ്ടി വരും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നത്. പ്രാചീന കാലഘട്ടങ്ങളിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ച് മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു, അല്ലെ? ഇന്ന് അതിനാർക്കും വിശ്വാസമില്ല. എന്താണ് മന്ത്രങ്ങൾ? ഓം ക്രീം ക്രീം ക്രീം, ഇതാണോ മന്ത്രങ്ങൾ എന്ന് പറയുന്ന സാധനം? ഒന്നുമല്ല. നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട് മന്ത്രങ്ങൾ. നമുക്ക് ആവശ്യാനുസരണമുള്ള മന്ത്രങ്ങളെ നമ്മൾ രൂപാന്തരപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ ആ മന്ത്രങ്ങൾ മനസ്സിനെ ഉണർത്തി നിർത്തുന്നത് എന്താണോ അതാണ് മന്ത്രങ്ങൾ. എങ്ങോട്ട് ഉയർത്തി നിർത്താൻ? നമ്മൾക്ക് എന്തായി നിൽക്കണം അതിലേക്ക് നമ്മളെ ഉണർത്തി നിർത്തുന്നതാണ് മന്ത്രങ്ങൾ എന്ന് പറയുന്നത്. ഈ മന്ത്രങ്ങൾ ഓം നമഃശിവായ എന്നുള്ള മന്ത്രമാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു എന്താ പറയാ, നമ്മള് ബൈബിളിന്റെ അടുത്ത് പറയുകയാണെങ്കിൽ അതിന് റിപ്പീറ്റഡ് പറയുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ അതിലേക്ക് യോജിച്ചു പോവുകയാണ് ചെയ്യുക. അത്തരം മന്ത്രങ്ങൾ നമുക്ക് അഫർമേഷൻസ്, വിചിത്രമായ അഫർമേഷൻസ് ഒരുപാടുണ്ട്. എത്ര പേർക്കറിയാം? നമ്മളിൽ പണം ഇപ്പോഴും പറയാം, നമ്മൾക്ക് ഞാൻ പണക്കാരനാണ്, ഞാൻ പണക്കാരനാണെന്ന് പറയാൻ തയ്യാറായ എത്ര പേര് ഇവിടെ ഉണ്ട്? ഐ ആം എ മണി മാൻ. ഇനി എത്ര പേർക്ക് പറയാൻ പറ്റും ഓപ്പൺ ആയിട്ട് ഫ്രം ദ ഹാർട്ട് ഐ ആം എ മണി മാൻ എന്ന് പറയുന്നവർക്ക് സ്വാഭാവികമായിട്ടും 100% ആയിരിക്കും അവർക്ക് വെൽത്ത് ഉണ്ടാവുകയും ചെയ്യും, അബൻഡൻസ് അവരുടെ ലൈഫിൽ ഉണ്ടാവുകയും. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്, ബിക്കോസ് ഓഫ് ദി പവർ ഓഫ് മന്ത്ര. ഈ മന്ത്രയുടെ പവർ അവിടെ ഉണ്ടാവുകയും ചെയ്യും. ദിസ് ഇസ് മിറാക്കിൾ തന്നെ സംഭവിക്കും അവിടെ. നമ്മൾ പണ്ട് നാട്ടില് ഞാൻ പണക്കാരനാണെന്ന് ഒരുത്തം പറഞ്ഞാൽ അവനെ എല്ലാവരും കടി ഇതിന് വട്ടാണെന്ന് പറയും. ആരും അഹങ്കാരിയാണ് അവൻ എന്ന് പറയും. ഇങ്ങനെയല്ലേ നമ്മളെയൊക്കെ കട്ട് ചെയ്തത്? ഇങ്ങനെയല്ലേ സമൂഹം കട്ട് ചെയ്ത്? നല്ല ഷർട്ട് മുണ്ടിട്ട് പോയി കഴിഞ്ഞാൽ അഹങ്കാരിയായി മാറിയവൻ, അല്ലെ? ദാരിദ്ര്യത്തിനെ പറ്റി പറയണം. അപ്പുറത്തെ വീട്ടിൽ നോക്കാം, അവിടെ നോക്കി ജീവിക്കും. അവിടെ കഞ്ഞി പോലും കുടിച്ചിട്ടില്ല അവർ, എന്നിട്ട് അവർ ജീവിക്കുന്നില്ലെന്ന് പഠിപ്പിച്ചു തന്ന അച്ഛനമ്മയുടെ കാലഘട്ടം, അല്ലെ? നമ്മുടെ അച്ഛനമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് അവന് നോക്കുന്ന എന്താ? ഇല്ലായ്മയിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഉള്ളവനെ കാണാൻ ആർക്കുമല്ല, ഉള്ളവനെ കാണാൻ ആർക്കും ഇഷ്ടമല്ല. എന്തുകൊണ്ടെന്നറിയോ? അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അസൂയ, ജലസ്, ഇംപ്യൂരിറ്റീസെ തുടച്ചു മാറ്റാത്തിടത്തോളം കാലം നമുക്ക് പോകാൻ പറ്റില്ല. അത് വളരെ സ്ട്രെസ് ആയിട്ട് ഇതിനെ 10 ഞാൻ എൻ്റെ പുസ്തകത്തിൽ 10 കാര്യങ്ങൾ ഇംപ്യൂരിറ്റീസ് സ്ട്രെസ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അത് മാറ്റാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇത് പറയാൻ പറ്റില്ല. ഇംപ്യൂരിറ്റീസ് ഉണ്ടാകുമ്പോൾ ഞാൻ കോടീശ്വരിയാണ്, ഞാൻ പണക്കാരനാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അപ്പോഴും ഇംപ്യൂരിറ്റീസ് കയറി വരും. യെസ്, മലയാളിക്ക് പണം വരുമ്പോൾ അഹങ്കാരം കൂടും. ഹൗ ഇറ്റ് ഈസ്? എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഹൂ വിൽ മെഷർ ദം? അവരുടെ അഹങ്കാരത്തെ ആരാ മെഷർ ചെയ്യുന്നത്? ആർ യു? മറ്റൊരാൾ അഹങ്കാരിയാണെന്ന് തീരുമാനിക്കാൻ എങ്ങനെ നമുക്ക് പറ്റും എന്നിൽ അതില്ലെങ്കിൽ? നേരത്തെ എനിക്ക് നമ്മുടെ ജഗദീഷിനോട് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ച ജഗദീഷ് പറഞ്ഞ കാര്യം ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത്. പട്ടിണിയെ പറ്റി പറയണമെങ്കിൽ അവൻ എങ്ങനെ അതറിയാം? എങ്ങനെ ഒരാൾക്ക് പട്ടിണിയെ പറ്റി അറിയാൻ പറ്റും? അവൻ അനുഭവിച്ചാലല്ലേ അറിയുള്ളൂ, അല്ലെങ്കിൽ അറിയാൻ പറ്റൂ എന്താണ് പട്ടിണി എന്നുള്ളത്? അപ്പൊ ഒരാൾക്ക് അവൻ അഹങ്കാരിയാണെന്ന് പറയണമെങ്കിൽ എങ്ങനെ അവൻ അറിയാൻ പറ്റും? അവനിൽ അഹങ്കാരം ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. ഇല്ലെങ്കിൽ എങ്ങനെ ഇത് മെഷർ ചെയ്യാൻ പറ്റും? ഇത് വളരെ തെറ്റായൊരു കോൺസെപ്റ്റാണ്. ഒരാളും അഹങ്കാരിയാണെന്ന് പറയാൻ പറ്റില്ല. അത് അവരവരുടെ കോൺസെപ്റ്റുകളാണ്, അവരവരുടെ ജീവിതരിയാണ്. ഏത് ടൂൾ വെച്ചിട്ട് അവൻ അഹങ്കാരിയാണെന്ന് പറയാൻ പറ്റും നമുക്ക്?
അവനവൻ തീരുമാനിക്കേണ്ടതാണ്. ഞാൻ അഹങ്കാരിയാണോ എന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്, മറ്റൊരാൾക്കും തീരുമാനിക്കാൻ പറ്റില്ല. വളരെ സെൻസിറ്റീവായ പോയിന്റാണത്. എങ്ങനെയാണ് സൊസൈറ്റി ഒരാളെ അഹങ്കാരി എന്ന് പറയാം? ഇറ്റ്സ് നോട്ട് പോസിബിൾ. ദിസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദ സൊസൈറ്റി. ഞാൻ എനിക്ക് കാശുണ്ടാക്കുന്നു, ഞാൻ ജീവിക്കുന്നു, ഞാൻ നൽകേണ്ടത് നൽകുന്നു, ചെയ്യേണ്ടത് ചെയ്യുന്നു, പോകുന്നു. അപ്പോഴെങ്ങനെയാ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, എല്ലാവരും കോടിക്കണക്കിന് രൂപ വിലയുള്ള കാറുകൾ എന്തിനാണ് വാങ്ങിക്കുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയ വണ്ടികൾ, വലിയ ലക്ഷറി വണ്ടികൾ എന്തിനാണ് വാങ്ങിക്കുന്നത്? ആരെങ്കിലും ചുറ്റുവട്ടത്തെ അവൻ പോകുമ്പോൾ, ആ വണ്ടിയിൽ ഓടിച്ചു പോകുമ്പോൾ ആ ഓടിക്കുന്നവനെയോ അല്ലെങ്കിൽ ആ വണ്ടിയിൽ ഇരിക്കുന്നവനെയാണോ ശ്രദ്ധിക്കുന്നത്, വണ്ടിയാണോ ശ്രദ്ധിക്കുന്നത്? ഇതൊന്നും സംഭവിക്കരുത് അല്ലേ? സാധാരണ നല്ലൊരു സെൽഫ് വർത്ത് ക്രിയേറ്റ് ചെയ്ത ഒരാൾ ഏത് വണ്ടിയിൽ പോയി കഴിഞ്ഞാലും അയാൾ വണ്ടിയല്ല ആൾക്കാർ നോക്കുക, ആ ആളെയാണെന്ന്. യൂസഫ് അലി നാട്ടിൽ വന്നിട്ട് ഇനി റേഞ്ച് റോവറിൽ പോയി കഴിഞ്ഞാലും, BMW പോയി കഴിഞ്ഞാലും, ബെൻസിൽ പോയി കഴിഞ്ഞാലും, നമ്മുടെ മാരുതിയിൽ പോയി കഴിഞ്ഞാലും ആൾ ഏത് വണ്ടിയിൽ പോകുന്നു ആരും നോക്കില്ല, യൂസഫ് അലിയെ നോക്കുള്ളൂ അല്ലേ? ഇതാണ് വെൽത്ത് നമ്മൾ ക്രിയേഷൻ. അതാണ് യഥാർത്ഥ വെൽത്ത് എന്ന് പറയുന്നത്. മറ്റ് സാധനങ്ങളല്ല നമ്മുടെ വാല്യൂ നിശ്ചയിക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനം. യെസ്, ഇപ്പോഴും അതേ കാര്യം. അപ്പോൾ നമ്മൾ ധനസമ്പാദനത്തിന് മാജിക്കലായിട്ട് അറിയേണ്ട കാര്യമാണ് മനസ്സിന്റെ മാപ്പിംഗ്. അതായത് ധനസമ്പാദനത്തിലുള്ള മൈൻഡ് സെറ്റ് നമുക്കുണ്ടാവണം. റിച്ച് മൈൻഡ് സെറ്റ് നമുക്കുണ്ടായവന് മാത്രമേ മണയുണ്ടാവുള്ളൂ. ഇറ്റ് ഷുഡ് ബി എ റിച്ച് മൈൻഡ് സെറ്റ് ഉണ്ടാവണം. വീണ്ടും ഞാൻ തിരിച്ച് കണക്ട് ചെയ്യുന്നു. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാവേണ്ടതാണ് എനർജി, മണി എനർജി നമ്മൾ ഉണ്ടാക്കണം. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെ, ഇത് ഏത് പ്രക്രിയയിലൂടെയാണ് സാധ്യമാകുന്നതെന്നുള്ള സിമ്പിൾ ചെയ്ത് കാണിക്കുന്ന ടെക്നിക്സുകളാണ് ഞാനന്ന് ചെയ്യാൻ പോകുന്നത് കോഴിക്കോട് വെച്ച്. മണി മാനിഫെസ്റ്റേഷൻ ആയതുകൊണ്ടാണ് മണിയെ മാത്രം പഠിപ്പിക്കുന്നത്. വെൽത്ത് ആണെങ്കിൽ വെൽത്ത്, റിലേഷൻഷിപ്പ് മറ്റൊരു സമയത്ത് എടുക്കാം. ഇത് ഇരുത്തി 9 മണിക്ക് തുടങ്ങുമ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആദ്യം ഞാൻ എഴുതി വാങ്ങിച്ചു വെക്കും. 5 മണിക്ക് നിർത്തി പോകുമ്പോൾ നിങ്ങൾ അവിടെ ക്ലിയർ ആയിട്ടും ഈ തോട്ട്സിനെ മുഴുവൻ റീപ്ലേസ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ വെൽത്തി മൈൻഡ് സെറ്റ് ആക്കി മാറ്റിയിട്ട് മാത്രമേ പുറത്തേക്ക് വിടുള്ളൂ. അതാവാത്തവരെ ഞാൻ അവിടെ തന്നെ നിർത്തി വന്നു. പിറ്റേ ദിവസം എടുത്തിട്ട് കാണിച്ചത്. ആവാത്തവരുണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവില്ല. അത്ര കണ്ട് ഞാൻ ഉറപ്പാണ് ഈ കാര്യം. അത്രയും കൃത്യമായി സൈക്കോളജിക്കലായിട്ട് അപ്രൂവ് ചെയ്യും. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഒറ്റ കണ്ടീഷൻ. ഈ കണ്ടീഷൻ പാലിക്കുന്നവർ മാത്രം വന്നാൽ മതി. മാറണം, എനിക്ക് നേടണമെന്ന് ആത്മാർത്ഥമായി 100% വിശ്വസിക്കുന്നവർ മാത്രം വന്നാൽ മതി. അല്ലാത്തവർ വന്ന് സമയം കളയരുത്. കാരണം എനിക്ക് സൂമിലെ ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അവിടെ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം കൊച്ചി ചെയ്തപോലെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു തരും. ഹലോ, ഇന്നലെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ പറഞ്ഞു, കുറേ സമയം മെഡിറ്റേറ്റ് ചെയ്ത് റെഡി ആകുമ്പോൾ സാറ് പറഞ്ഞുകൊണ്ടിരുന്നു, കുറച്ച് കഴിയുമ്പോൾ സാറിന്റെ വോയിസ് ഒന്നും കേൾക്കുന്നില്ല. സാറ് ഇവിടെ പോയി, ഒരു പിടിയില്ല. ആ സ്റ്റേജ് എങ്ങോട്ട് പോയി പൂർണ്ണമായിട്ട് പിന്നെ പറഞ്ഞതിൽ അവർ ആ ഭാഗത്തെ അവർ എവിടെ പോകാൻ പറഞ്ഞു അവിടെ പോയി കാശൊക്കെ മുഴുവൻ കണ്ട് അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിക്കുമ്പോൾ സാറില്ല. അത് അനുഭവിച്ചുകൊണ്ട് അങ്ങ് പോയി. കുറേ കഴിഞ്ഞ് തിരിച്ചു വന്നു. സാറ് വീണ്ടും തിരിച്ചു വരും. സാറ് ഇവിടെ ഉണ്ടല്ലേ, തിരിച്ചു വരാൻ പറഞ്ഞു. അപ്പോഴേക്കും എവിടെ തന്നെയോ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ ലക്ഷ്യബോധത്തിലേക്ക് പോയി അതിന്റെ പിറകെ പോയി അത് മുഴുവൻ അനുഭവിച്ച് തിരിച്ചു വന്നു. സിമ്പിളാണ്. ഫ്രീക്വൻസി അലൈൻമെന്റ്സ് നടത്തിയാൽ ഏറ്റവും എളുപ്പമാണ്. ഞാൻ മെഡിറ്റേഷൻ സമയത്ത് എപ്പോഴും പറയാണ്ട്, ആദ്യം ഉണ്ടാകുന്ന ഫ്രീക്വൻസി നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് ഉണ്ടാകുമ്പോൾ സാർ അവിടെ ഉണ്ടാവില്ല. കാരണം എന്താ, സാറ് നിൽക്കുന്ന മുകളിലെ സ്റ്റേജാണ്. നിങ്ങൾ പിന്നെ അടുത്ത മറ്റേ സ്റ്റേജിലേക്ക് പോകുമ്പോൾ അവിടെ സാറുമായിട്ട് കണക്ഷൻ ഇല്ല. സാറ് സംസാരിച്ചാൽ ഒന്നും കേൾക്കില്ല. അവിടെ വേറെ ആരും പറഞ്ഞ് സംസാരിച്ചാൽ കേൾക്കില്ല. ഫാൻ കറങ്ങുന്ന ശബ്ദം നിങ്ങൾ കേൾക്കില്ല. കാരണം നിങ്ങൾ മറ്റൊരു ലോകത്തേക്ക് പോയി കഴിയും. ആ ലോകം എപ്പോഴാണോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, അവിടെ എന്താണോ നിങ്ങൾ കാണുന്നത്, അനുഭവിക്കുന്നത്, മണിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തിനെ പറ്റി അനുഭവിക്കുന്നു, അത് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തന്നെ ചെയ്യും. യാതൊരു തർക്കമില്ല. കാരണം ബ്രെയിൻസ് കംപ്ലീറ്റ് അതിൽ സെറ്റായി. ഇത് സെറ്റാക്കുന്ന പ്രക്രിയയാണ് നമ്മൾ 7 days മെഡിറ്റേഷനോ മറ്റേ മെഡിറ്റേഷനോ ഒക്കെ ആദ്യത്തെ പ്രാരംഭത്തിലാണ്. അത് പ്രാക്ടീസ് ചെയ്തവർക്കറിയാം. ഇന്നലെ അവിടെ വന്ന് പറഞ്ഞ്
എല്ലാ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് രഞ്ജിത്ത് പറഞ്ഞതാണ്. എല്ലാ മെഡിറ്റേഷൻ സാറ് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി, ഞാൻ വേണ്ടിടത്തേക്ക് പോയി. കാരണം മെഡിറ്റേഷൻ പവറാക്കി. ഇന്ന് ഒരാൾ ഗ്രൂപ്പിൽ പറഞ്ഞു കേട്ടില്ലേ, മെഡിറ്റേഷൻ ഇപ്പം രാധികയാണ് പറഞ്ഞത് അല്ലേ, തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ അവർ ക്യൂർ ആവുകയാണ് ചെയ്യുന്നത്. അവർക്ക് കരച്ചിലില്ല. പിന്നെ നിങ്ങളെല്ലാവരും പോയി മാതാനന്ദ പോയി ഒന്ന് അമ്മ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ എത്ര കരയുന്ന ആൾ ഇവിടെ നിൽക്കും. കരച്ചിൽ ഒറ്റടി ഫുൾ സ്റ്റോപ്പാണ് അല്ലെ, അനുഭവിച്ചവർക്കറിയാം. സത്യസായി ബാബയുടെ അടുത്ത് പോയി ഭഗവാൻ ഒന്ന് കൈ നമ്മളിലേക്ക് പതിച്ചാൽ മതി, എല്ലാ സങ്കടവും ആ നിമിഷം ഇല്ലാതാകും. എങ്ങനെ? ഇതെല്ലാം നമുക്കും പറ്റും. നമ്മുടെ മൈൻഡിനെ പ്രോഗ്രാം ചെയ്താൽ മതി. ഇതെല്ലാം മൈൻഡ് പ്രോഗ്രാം ചെയ്തിട്ടാണ് അവർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പണം നമുക്ക് വേണമെങ്കിൽ അതേ മെത്തേഡ് തന്നെയാണ്. കടം വേണം, എനിക്ക് വയ്യ, അസുഖമാണ്, പണം വേണം, കടമുണ്ടെന്ന് പറഞ്ഞതൊക്കെ അത് തന്നെ സംഭവിക്കുള്ളൂ, മാറ്റമേ ഇല്ല. സാറെ കാല് വയ്യ, കൈ വയ്യ, ഇതൊക്കെ വയ്യാതാവുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? എനർജി ഇല്ലാത്തത് കൊണ്ടല്ലേ, ഊർജമില്ലാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നതെങ്കിൽ ഊർജം ഉണ്ടാക്കുക മാത്രമാണ് ഒരേ ഒരു വഴി. ഊർജം ഉണ്ടാകുമ്പോൾ തത്തുല്യമായി മണി ഉണ്ടാവുകയും ചെയ്യും. ഇത്തരം വിചിത്രമായ കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്, പലപ്പോഴും പറയാനുണ്ട്. പല രീതിയിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ എങ്ങനെ കടമുണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഉത്തരം പറയേണ്ടതെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ പറയില്ല കേട്ടോ. കാരണം എന്താ അറിയോ, കടം ഒരിക്കലും വെറുതെ ഉണ്ടാവുന്നതല്ല. ഇങ്ങനെ വെറുതെ കടമുണ്ടാവോ? ആർക്കെങ്കിലും നടന്നു പോകുന്ന വെറുതെ കടമുണ്ടാവോ? റോങ് ഡിസിഷൻസ് മാത്രമാണ് കടമുണ്ടാക്കാനുള്ള ഏകമായ വിഷയം. അത് റോങ് ഡിസിഷൻസ്. കൃത്യമായ ഡിസിഷൻ എടുക്കുന്ന ഒരാൾക്കും കടമുണ്ടാവില്ല. ഇപ്പൊ ഒരു കാര്യം ചോദിച്ചാൽ ആർക്കാ ബിസിനസ് ചെയ്യുന്ന ഏതാൾക്കാ കടമില്ലാത്തത്? എല്ലാവർക്കും ഉണ്ടാവും. കാരണം ബിസിനസിന്റെ പാർട്ടാണ് കടം എന്ന് പറയുന്നത്. പക്ഷെ അത് കടമായിട്ട് ആരും കാണാറുണ്ടോ? അവൻ കൃത്യമായി അടക്കം പോകും അല്ലേ? ബാങ്കുകൾ തമ്മിൽ കടമുണ്ടാവും. എപ്പോഴാണ് കടം നമ്മളെ കടമുണ്ടാവുന്നത് നമുക്ക് ആർക്കും വിഷയമല്ലല്ലോ. കടം മേടിക്കുന്നതോ കടമുണ്ടാവുന്നതോ ആർക്കും വിഷയമാണോ? അല്ല. കൊടുക്കാൻ പറ്റാത്തപ്പോൾ മാത്രമേ വിഷയമുള്ളൂ. അല്ലാത്തടത്തോളം കടം വിഷയമേ അല്ല. കൃത്യമായി അടച്ചു പോകുമ്പോൾ ആർക്കാണ് കടം വിഷയമുള്ളത്? കൊടുക്കാൻ പറ്റാത്തപ്പോഴാണ് വിഷയം. എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല? ദാറ്റ് ഈസ് കോൾഡ് എ റോങ് ഡിസിഷൻ. ഈ പറഞ്ഞ കടം ഉള്ള ആൾക്കാരെല്ലാവരും 90% ആൾക്കാരും ഈ കടം എടുത്ത പൈസ തൊട്ട് എന്ത് ചെയ്തതെന്ന് ആലോചിച്ചാൽ മതി. എന്താ ചെയ്തിട്ടുണ്ട് അവര്? വളരെ അപൂർവമായിട്ട് ചിലപ്പോൾ ഹോസ്പിറ്റൽ ബില്ലുകൾ വേണ്ടി വന്നിട്ടുണ്ടാവാം. വളരെ അപൂർവം. ഒരു ആക്സിഡന്റ് ഒക്കെ വന്നുപോയി, വേറെ ഓപ്ഷൻ ഇല്ല. ദാറ്റ് ഈസ് വെരി റെയർ കേസസ് ആണ്. കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ. മറ്റുള്ളവരിൽ എന്താ ചെയ്തത്? റോങ് ഡിസിഷൻ എടുത്ത് തന്നെയാണ്. ഒന്നുകിൽ ഫ്രണ്ട്സിന് കടം കൊടുത്തു, അല്ലെങ്കിൽ ബിസിനസ്സിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഏറ്റവും കൂടുതലുള്ള കഥ പറയാം. ഏറ്റവും കൂടുതൽ കടം എവിടെ വന്നതെന്നറിയാം. ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല, ഇവിടെ പറയണം. ഏറ്റവും കൂടുതൽ കടം വന്നിട്ടുള്ളത് വീട്, കല്യാണം. അല്ലാന്ന് പറയട്ടെ, വീട് വെച്ചിട്ടും കല്യാണം നടത്തിയിട്ടും മാത്രമാണ് ഏറ്റവും കൂടുതൽ കടം വന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ അന്നേരം അവരോട് ചിലപ്പോൾ പറയണം തോന്നി എനിക്ക്, സാറേ 20 ലക്ഷം രൂപ കടമുണ്ട്. എന്താ ചെയ്തത്? ഒരേ ഒരു മോളല്ലേ ഉള്ളൂ എന്ന് കരുതി 25 ലക്ഷം രൂപ ചെലവാക്കി കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. എന്നിട്ടോ കല്യാണം കഴിച്ചവൻ എന്താ പണി? ഇല്ല, അവൻ പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകുന്നില്ല. പക്ഷെ നല്ല സന്തോഷമുള്ള കുടുംബമാണെന്ന് കരുതി സ്വർണവും കൊടുത്തു, എല്ലാം കൊടുത്തു. 25 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. ഇപ്പൊ അവള് പറയുന്നു, ഒരു മനസ്സമാധാനം ഇല്ലമ്മേ, എന്താ ഞാൻ ചെയ്യണ്ടേ? മറുപടി എന്തെങ്കിലും വേണം. ഭർത്താവിന് എന്താ ജോലി? ഒരു ജോലിയില്ല, നല്ല കുടുംബമാണ്, ജോലിയൊന്നുമില്ല അവന്. 25 ലക്ഷം രൂപ. ഡു യു തിങ്ക് ഇറ്റ്സ് എ റൈറ്റ് ഡിസിഷൻ? എനിബഡിക്ക് പറയാൻ പറ്റുമോ കറന്റ് ഡിസിഷൻ? അപ്പൊ എന്തിനാ അങ്ങനെ ചെയ്തത്? അല്ല, അത് സമൂഹത്തിൽ നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ. സമൂഹത്തിൽ എങ്ങനെ നമുക്ക് കല്യാണം നല്ല രീതിയിൽ കഴിച്ചല്ലേ? എന്റെ പൊന്നു സഹോദരങ്ങളെ, ഇങ്ങനെയല്ല ജീവിതം എന്ന് പറയുന്നത്. ഇനി ആ 25 ലക്ഷം രൂപ കടം കൊടുത്തു തീർക്കാൻ പെടുന്ന പെത്തപ്പാട് എവിടെയാണ്? ഒരു ദിവസത്തെ 2 ദിവസത്തെ ആർഭാടത്തിന് വേണ്ടിയിട്ടാണ് കടമെടുത്ത് വെച്ചത്. എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. വീട് വെക്കുന്നു, സാധാരണ വീട് വെക്കുന്നിടത്ത് കുറച്ചും കൂടി കടം. എത്ര? 40 ലക്ഷം, 50, എത്ര വീടിന് ചിലവായി? 60 ലക്ഷം. കടം എത്ര? 45 ലക്ഷം രൂപ. അപ്പൊ 15 ലക്ഷം രൂപയുള്ളൂ.
എപ്പോൾ തീരും? ഇങ്ങനെയല്ലേ 90% കടമുള്ള നമ്മളോട് കടം ചോദിക്കുന്നവരോട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാം കൂടി ക്ലാസ്സിൽ പറഞ്ഞുതരല്ല. ഇതൊക്കെ ടെക്നിക്ക് ഉണ്ട്. ഞാൻ അനുഭവസ്ഥനാണ്. എന്നോട് ഒരാളും ചോദിക്കില്ല കടം, ഒരു മനുഷ്യനും ചോദിക്കില്ല, ഉണ്ടാകുമോ എന്ന് പോലും ചോദിക്കില്ല. ടെക്നിക്ക് വളരെ സോഫ്റ്റായ ടെക്നിക്ക് ഉണ്ട്. സത്യമായിട്ട് പറഞ്ഞേ, കഴിഞ്ഞ 5 വർഷത്തോളമായി ഒരു മനുഷ്യൻ എന്നോട് കടം ചോദിച്ചിട്ടേ ഇല്ല. ചോദിച്ചാലല്ലേ വിഷയമുള്ളൂ, ചോദിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ആരെങ്കിലും ചോദിക്കാനുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ വെരി സോറി, നിങ്ങൾക്ക് ചോദിക്കാൻ നിങ്ങളുടെ നാവ് പൊന്തില്ല, തോന്നില്ല. അത്രയും ശക്തമാണ് നമ്മൾ. ഈ കാര്യം പറഞ്ഞു തരാം, പക്ഷേ ഇത് അങ്ങനെ പറഞ്ഞു തരാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു തന്നാലേ ശരിയാവില്ല. നിങ്ങൾ അത് ഉപയോഗിക്കണം. ഇത്രയും സിമ്പിളാണ് കാര്യങ്ങൾ. അപ്പോ കടം ഉണ്ടാവുന്നത് ഒരിക്കലും വെറുതെ വരുന്നതല്ല. ആർഭാടമാണെന്ന് വെച്ചാൽ ആ വാക്ക് ഞാൻ ഉപയോഗിക്കില്ല. ആർഭാടം നമുക്ക് വേണം, ആവശ്യമാണ്. പക്ഷെ വരവറിഞ്ഞ് വേണം ചെലവഴിക്കാൻ. വരവറിഞ്ഞ ചെലവഴിച്ചോൻ അല്ലെ കവിത ഉണ്ടല്ലേ, എന്നും പറയല്ലേ. അപ്പോ ഇത്തരം കാര്യം കൃത്യമായി ഞാൻ പറയാം, വീണ്ടും ഞാൻ പറയാം, എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്നുള്ള ഫണ്ടമെന്റൽ മനസ്സിലാക്കുക. കടം കൊടുക്കാൻ പറ്റാതെ, കടം വാങ്ങിക്കുന്നത് ഒരിക്കലും തെറ്റല്ല, കടം കൊടുക്കാതിരിക്കുന്നതാണ് തെറ്റ്, തിരിച്ചു നൽകാതിരിക്കുന്നതാണ് തെറ്റ്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജി ഏറ്റവും ലോയിലേക്ക് പോകുന്നത് കൊണ്ടാണ് വാങ്ങിക്കുന്നത്. കരഞ്ഞുകൊണ്ടാണ് നിങ്ങൾ കടം മേടിക്കുന്നതെങ്കിൽ കരഞ്ഞു തന്നെ തീരും. ആ കടം കൊടുത്തു തീർക്കാൻ പറ്റില്ല. കാരണം ഏറ്റവും ലോസ്റ്റ് എനർജിയാണ് കരയുക, അല്ലെങ്കിൽ 150-100 ഇതിലേക്ക് പറയുന്ന പോയിന്റിൽ വരുന്ന ഏറ്റവും ലോ എനർജിയിലേക്ക് നമ്മൾ കടം മേടിച്ചാൽ ആ എനർജി അപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കാത്തിടത്തോളം കാലം നമുക്ക് തിരിച്ചു നൽകാൻ പറ്റില്ല. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എനർജിയെ പറ്റി പഠിക്കണം. കംപ്ലീറ്റ് നമ്മളുടെ ലൈഫ് പോകുന്ന എനർജിയാണ്. അപ്പോൾ മണി എന്ന് പറയുന്നത് എനർജിയാണ്. എനർജി എങ്ങനെ ഉയർത്തുന്നു അത്രത്തോളം മണി ഉയരും, യാതൊരു തർക്കവും. അപ്പൊ എനർജി നമ്മൾ ഫോക്കസ് ചെയ്യണം. നമ്മൾ അതിലേക്ക് മുമ്പിലോട്ട് പോകുമ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് തന്നെ ഇനിയുള്ള ഓരോ ദിവസങ്ങളും ഇതുപോലത്തെ സംഭവങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിന് ഫുള്ളായിട്ട് ഞാൻ ഇരുത്തി നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് തരുന്നത് ഇത്തവണ കാലിക്കറ്റ് പ്രോഗ്രാമാണ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് തിരുവനന്തപുരത്തൊക്കെ. ഒന്നും എനിക്കറിയില്ല ഇപ്പോൾ തിരുവനന്തപുരം മറ്റേക്ക് വരുമോ. നിങ്ങൾ ആൾക്കാരുണ്ടെങ്കിൽ വരാം, പക്ഷെ ഇപ്പോൾ നമുക്ക് കാലിക്കറ്റ് തന്നെ ഫോക്കസ് ചെയ്യാം. അതുകൊണ്ട് 25-ാം തീയതിക്ക് മുമ്പ് ജോയിൻ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ മണി ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇപ്പോൾ നിങ്ങൾ മണിയെ പറ്റി ഡിസിഷൻ എടുത്ത് പേയ്മെന്റ് നിങ്ങൾ കുറച്ച് പിന്നെ ബാക്കി പിന്നെ സെറ്റിൽ ചെയ്താലും മതി. പക്ഷെ കൺഫർമേഷൻ ആയാലും മാത്രമേ എനിക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ ആവാതിരിക്കണം. ഓക്കെ, ഇത്രയും മതി. ഇനി നമുക്ക് മറ്റേ ക്ലാസ്സിൽ പോകാൻ സമയമായി, മെഡിറ്റേഷന് പോകാൻ സമയമായി. മെഡിറ്റേഷൻ തന്നെ ഞാൻ വീണ്ടും തീരുമാനിച്ചിരിക്കുന്നു. പലർക്കും ആപ്പ് കൊടുക്കുന്നതിന് പ്രായോഗികത എനിക്ക് മനസ്സിലായതുകൊണ്ട് ഇനി അതുകൂടി വേറൊരു കാര്യം കൂടി പറയാം. മറ്റൊരു ഡിസിഷനും കൂടി എടുത്തിട്ടുണ്ട്. അത് ഇന്ന് നാളെ അടുത്ത ക്ലാസ്സൊക്കെ പറയും. പക്ഷെ ഒരു ഡിസിഷൻ കൂടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ വരുന്ന പലർക്കും ആപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഒരു വിഷയമുള്ളതുകൊണ്ട് ഞാൻ എല്ലാ കോഴ്സുകളും സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ കോഴ്സുകളാക്കി മാറ്റിയിരിക്കുകയാണ്. കാരണം ഇതെല്ലാവർക്കും എത്തണം എന്നുള്ളത് കൊണ്ട്. അതുകൂടി 7 ദിവസത്തെ കോഴ്സ്, 10 ദിവസത്തെ കോഴ്സ്, 5 ദിവസത്തെ കോഴ്സുകൾ, എല്ലാ കോഴ്സുകളും ഡേ വെച്ച് കട്ട് ചെയ്തിരിക്കുകയാണ്. 21 ദിവസത്തെ ക്ലോസ് 7 ദിവസത്തെ ക്ലോസുകളാക്കി മാറ്റിയിട്ട് വാട്സപ്പ് വഴി നിങ്ങൾക്ക് എത്തിക്കാനുള്ള പരിപാടിയാണ്. അത് വേണ്ടവർ വാട്സപ്പ് മാത്രം എടുക്കുക. അല്ല, നിങ്ങൾക്ക് ആപ്പ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ മുകളിലുള്ള ആൾക്കാർ, ആപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നവർ ആപ്പ് ഉപയോഗിക്കുക. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, വാട്സപ്പിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. അത് ലിമിറ്റഡ് ടൈമേ ഉണ്ടാവുള്ളൂ. 7 ദിവസത്തെ ക്ലാസ് പറഞ്ഞാൽ 7 ദിവസം കഴിയും. 8ാമത്തെ ദിവസം വന്നിട്ട് സാറേ 1ാമത്തെ ദിവസത്തെ ക്ലാസ് ചോദിച്ചോ തരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ തരില്ല. കാരണം എനിക്കതിനു വേണ്ടി സമയം അവിടെ കളയാൻ പറ്റില്ല. അത് നിങ്ങൾ തന്നെ പരസ്പരം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ ക്ലാസ്സിനും ഓരോ ലീഡർമാർ തീരുമാനിക്കും. അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് പോകണം. ഞാൻ ക്ലാസ് സ്പ്ലിറ്റ് ചെയ്ത് റെഡിയാക്കി തരാം. കാരണം കൂടുതൽ ആൾക്കാരിൽ എത്തണം. ഒന്നാമത്തെ കാരണം കൂടുതൽ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് വലിയ തുകകൾ മുടക്കാൻ സാധിക്കാത്തത് കൊണ്ട്, നമുക്ക് വലിയ കോഴ്സാകുമ്പോൾ ഒരുപാട് അതിനനുസരിച്ച് തുക വേണം. അതുകൊണ്ട് ചെറിയ തുകകൾ വന്ന് ചെറിയ ആൾക്കാർക്ക് എല്ലാവർക്കും പങ്കെടുത്ത് അവർ അതിലൂടെ കാശുണ്ടാക്കി അടുത്ത സ്റ്റേജിലേക്ക് പോകണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ തീരുമാനം എടുത്തത്. അടുത്ത് തന്നെ നമ്മൾ
ആ തരം ക്ലാസ്സുകൾ അനൗൺസ് ചെയ്യുന്നവർക്ക് എനിക്കത് പ്രിപ്പയർ ചെയ്യണം. പിന്നെ ഞാൻ വീണ്ടും ഒന്നേന്ന് വെച്ച് പ്രിപ്പയർ ചെയ്യാൻ നിൽക്കണം. അപ്പം അത്രയും സമയം എനിക്കതിന് വേണം. കാരണം മറ്റേ ക്ലാസ് നേരിട്ട് എടുക്കാൻ പറ്റില്ല, വ്യത്യസ്തമായി വേണം. കാരണം വെച്ചാൽ 1 മണിക്കൂർ എടുക്കുന്ന ക്ലാസ്സിനെ നിങ്ങൾക്ക് വാട്സപ്പിൽ തരണമെങ്കിൽ 5 or 6 മിനിറ്റായി ചുരുക്കേണ്ടി വരും. അപ്പം അത്രയും ഞാൻ ചുരുക്കണം ഈ സാധനത്തെ. അത്രയും പണിയുണ്ട് അത് ചെയ്ത് നിങ്ങൾ. കാരണം പലർക്കും ഇത് എത്താൻ പറ്റാത്തതുകൊണ്ടുള്ളൊരു വിഷമം എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു എൻ്റെ കണ്ടീഷൻ ഇത്രയാണ്. 100 അല്ലെങ്കിൽ 10,000 ആൾക്കാരിലെത്തുകയും അവരിത് എക്സ്പീരിയൻസ് ചെയ്ത് റിസൾട്ട് എടുത്ത് വന്ന് പറയുകയും ചെയ്യണം. ഇപ്പൊ ഇന്ന് രാധിക പറഞ്ഞ പോലെ മെഡിറ്റേറ്റ് ചെയ്തിട്ടപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് പറഞ്ഞ പോലെ ഇങ്ങനെ റിസൾട്ടുകൾ പറയാൻ പറ്റണം. നിങ്ങളിൽ മാറ്റമുണ്ട്. ആൾക്കാർ ചോദിക്കണം, എന്ത് പറ്റി നിനക്ക്, എങ്ങനെ നീ ഇങ്ങനെ മാറിയത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മാറിയത് ഇന്നൊരു കാരണം വെച്ചാണ് എന്ന് പറഞ്ഞ് അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുകയും അവർ മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുകയും ഇതിങ്ങനെ പോകാൻ വേണം. ഒരു റിക്വസ്റ്റും കൂടി പറയാം നിങ്ങളോട്. നിങ്ങൾ 10-200 ആൾക്കാർ ഇപ്പോൾ ഇവിടെ ഉണ്ട്. നിങ്ങളിപ്പോൾ ഇവിടെ നല്ല സ്വസ്ഥമായിട്ട് ക്ലാസ്സൊക്കെ കേട്ട് സന്തോഷമായി പോയി. പക്ഷേ ഇത് കൂടുതൽ ആൾക്കാരിൽ എത്തണമെങ്കിൽ നിങ്ങൾ യൂട്യൂബ് വീഡിയോ പോയി കാണണ്ടേ? യൂട്യൂബ് വീഡിയോ പോയി കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും ഇവിടെ കമന്റ് പറയുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോഴത്തെ ആൾക്കാർ ശരിക്കും 200-300 ആൾക്കാർ. നമ്മളിപ്പോൾ യൂട്യൂബ് വീഡിയോ സാധാരണ നല്ല കമന്റാണ്, 1000, 600, 700, 1000 കമന്റുകളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും നോക്കും നിങ്ങൾ എത്ര പേര് അവിടെ കമന്റ് ചെയ്യുന്നു. ഈ ക്ലാസ് കേട്ട നിങ്ങൾ. ഇന്നലെ ഞാൻ കേട്ടപ്പോൾ ഇന്നതാണ് എനിക്ക് തിരിച്ചറിഞ്ഞ ഒരു പോയിന്റ്. അഞ്ജുന് ഇത്രയും നേരം ക്ലാസ് കിട്ടിയപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയ ഒരു പോയിന്റ്, അവിടെ പോയിട്ട് ഇന്നലത്തെ ക്ലാസ്സിൽ അറ്റൻഡ് എനിക്ക് കിട്ടിയ ഒരു ഔട്ട്കം ഇതാണെന്ന് പറഞ്ഞാൽ ആ കേൾക്കുന്ന എത്ര ആൾക്കത് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇങ്ങനെയല്ലേ നമ്മൾ കമ്മ്യൂണിറ്റി വളർത്തിക്കൊണ്ടുവരിക. ഒറ്റയ്ക്ക് പോന്നാൽ ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പറയുന്ന പോലെ നമ്മൾ കമ്മ്യൂണിറ്റി ആയിട്ട് പോകുമ്പോൾ കൂടുതൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കും എനർജി ആകും. എനിക്ക് കൂടുതൽ ആൾക്കാരിൽ എത്താൻ പറ്റുള്ളൂ, അടുത്ത തലങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആരും മറക്കരുത്. ഇപ്പോൾ യൂട്യൂബിൽ പോകുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എനിക്കറിയാം ഇവിടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കുറേ ആൾക്കാരും യൂട്യൂബ് കാണാറേ ഇല്ല, അത് സബ്സ്ക്രൈബ് പോലും ചെയ്തിട്ടില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എന്താണെന്നറിയോ? അപ്പോഴാണ് നിങ്ങൾ എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു ഇത് വരിക. അതിലാണല്ലേ നമ്മൾ വളർന്നു വരുന്നത്. അത്രയും തെളിഞ്ഞ് വരണമെങ്കിൽ നമ്മൾ ചില കർത്തവ്യങ്ങൾ മറക്കാതിരിക്കുക. ഓടിപ്പൊക്കോളൂ എല്ലാവരും യൂട്യൂബിലേക്ക്. അവിടെ നാളെ കമന്റ്, ഈ വീഡിയോ നാളെ വരുമ്പോൾ പറഞ്ഞോളൂ. എന്നിട്ട് എല്ലാവരും റെഡി ആവുക. UK US ജർമ്മനിയിലുള്ളവരും ഇറ്റലിയിലുള്ളവരും കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് 7-ാം തീയതി എത്തുന്നതിൽ ടിക്കറ്റ് എടുത്തോളാം. അത് മറക്കണ്ട. ഓക്കെ, മറ്റേ രജിസ്ട്രേഷൻ സമയമായി, നോട്ടിഫിക്കേഷൻ ഒക്കെ വരട്ടെ. UK എന്നൊക്കെ ടിക്കറ്റ് എടുത്ത് എല്ലാവരും വേണ്ട. ഓക്കെ, താങ്ക് യു ഓൾ. റെഡി, സെറ്റ്. ഓക്കെ, ബൈ. വേറെ ഒന്നുമില്ലെന്ന് സമയമില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു പറയുന്നത്.